എടക്കാട്ടുവയൽ യു.പി. സ്കൂളിൽ കർണികാരം 2K25 പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മഹാസംഗമം എം.എൽ.എ. അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. എടക്കാട്ടുവയൽ യു.പി. സ്കൂളിൽ കർണികാരം 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം അനൂപ് ജേക്കബ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കേവലം നമ്മളൊന്ന് ഒരുമിച്ചിരുന്ന് ഒരു ഊണ് കഴിച്ച് പിരിയുന്നതല്ല, അതിനേക്കാൾ മീനിങ്ഫുള്ളായി പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളും ചെയ്യുന്നവരുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെ ഇന്ന് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഏറെ ഭംഗിയായി നിലനിന്ന് നീങ്ങുന്നു എന്നത് പ്രശംസനീയമായ ഒന്നാണ്. ഇന്നത് ഒരു മഹാസംഗമം എന്ന നിലയിലാണ് ഞങ്ങളിതിനെ പേരിട്ടിരിക്കുന്നത്. അത് അന്വർത്ഥമാക്കുന്ന നിലയിലേക്കുള്ള പങ്കാളിത്തം ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ എടക്കാട്ടുവയൽ യു.പി. സ്കൂള് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഓരോ വിദ്യാലയങ്ങളും നാടിൻ്റെ സാംസ്കാരിക മേഖലകളിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. സാമൂഹ്യമായ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വിദ്യാലയങ്ങളുടെ ഒരു പ്രാധാന്യം അവിടെ തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മാറ്റങ്ങൾക്കും ക്രിയാത്മകമായ മുന്നേറ്റങ്ങൾക്കും ഇടവന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് വരുന്ന ആശയങ്ങൾ, നമ്മുടെ വായനശാലകൾ കേന്ദ്രീകരിച്ചുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ, ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഊർജം ചെറുതല്ല. എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.R. ജയകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംഗമത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്കൂളിന് 100 കസേരകൾ സമർപ്പിച്ചു. ഉന്നത ശീർഷരായ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മധുരിക്കുന്ന ഓർമ്മകളുമായി ഓപ്പൺ ഫോറം, ഫോട്ടോ സെഷനുകൾ, ഗാനമേള, കലാകായിക വിനോദങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇരുളൊഴിയാതെ എന്ന നാടകം എന്നിവ നടത്തപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പിറവം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.